ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് പ്ലസ് ലുലു. ഷോപ്പിംഗ് ഇല്ലേ? പിന്നെന്താ ഷോപ്പിംഗ് എന്ന് പറയാൻ ഞങ്ങൾ ചുമ്മാ എൻജോയ് ചെയ്യാൻ പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? കോട്ടയം ലുലുമാളിലേക്ക്. അമ്മേ നമ്മൾ വണ്ടിയെങ്ങാനും പോയി എനിക്ക് വയ്യ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എനിക്കറിയത്തില്ല. എവിടെയാണോ ചെന്ന് നിൽക്കുന്നത് അവിടെ ഇറങ്ങി. ഞാൻ ആ ഡോറ പൂച്ചിയുടെ പാട്ട് പാടാനല്ലേ വരെ നമ്മള് എന്തായിരുന്നു? അല്ല, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ലുലു മാളാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിനുശേഷം അതിന് മുന്നെയോ അത് കഴിഞ്ഞിട്ടോ ഡെസ്റ്റിനേഷൻ മാറുമല്ലോ അറിയത്തില്ല. അപ്പം നമ്മൾ നേരെ ലുലു മാളിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഡ്രൈവർ ഉണ്ട്, ഞാൻ ബ്ലറാക്കാം. അദ്ദേഹം പറഞ്ഞായിരുന്നു മോഹം കാണിക്കരുതെന്ന്. പിന്നെ ഉണ്ണിക്കുട്ടനുണ്ട്, ജ്യോതി ഞങ്ങളുണ്ട് ഗൈസ്. ഈ പേരക്കൊക്കെ മിക്കവാറും ഫ്രണ്ട് ചെല്ലും ഗൈസ്. ഞാൻ ഷർദിക്കും ചോദിക്കും. രണ്ടുപേരും നീ വാങ്ങിയ അങ്ങനെയൊക്കെയാണ് ലുക്കല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോസിൽ പലരും പറഞ്ഞു അല്ല കഴിഞ്ഞ വീഡിയോസിൽ പലരും പറഞ്ഞു ഏത് കള്ളക്കളിയാണ്, അച്ചാച്ചനാണ് പോയിന്റ് കൂടുതൽ. എന്നാൽ നിങ്ങൾ സൂക്ഷിച്ച വീഡിയോ കാണുക. ആ വീഡിയോ എടുത്ത് അങ്ങനെ കാര്യമില്ല, കള്ളനാണ് കാര്യം. ഇപ്പോഴും അത് പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്തുമാത്രം ഈഗോ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ നേരെ കണ്ടുപിടി. കണ്ടിപ്പോ ചരിഞ്ഞിപ്പോ പോയനെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഓക്കെ ബൈ. പോകുന്നത് കോട്ടയം ലുലുമാളിലേക്ക്. ഞങ്ങൾ രണ്ടും ഒരുപോലെ ഡ്രസ് ഇടാന്ന് പറഞ്ഞോണ്ടിരുന്നാണ് ഗൈസ്. വ്ലോഗ് കാണുവാണ് ഗൈസ്, നമ്മുടെ അല്ല. എന്റെ എല്ലാ ടിപ്പിക്കൽ അമ്മമാരല്ലെങ്കിൽ മുതിർന്നവര് കാറ് കയറുമ്പോഴുള്ള സാധനമാണ് ഈ സംഭവത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു തരും. ഒരു മനസമാധാനത്തിലാണെന്ന് തോന്നുന്നു. മഴക്കോൾ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു. ഇപ്പം മഴക്കോളുണ്ട്, പെയ്യാതിരിക്കും. മഴ പെയ്യാതിരിക്കട്ടെ. ഭയങ്കര മഴയായിരുന്നു. 2 ദിവസം കൊണ്ട് കരണ്ടും ഇല്ലായിരുന്നു. പെയ്താലും കുഴപ്പമില്ല. ലുലുമാളിന്റെ അകത്ത് മഴ പെയ്യത്തില്ല, കാറിനകത്ത്. പക്ഷെ എന്നാലും നമുക്കൊരു മഴ പെയ്യുമ്പോഴത്തേനല്ലേ. ചങ്ങനാശ്ശേരി എത്തി ഗൈസ്. ചങ്ങനാശ്ശേരി വലിയ മെമ്മറി ഉള്ള ഒരു സ്ഥലമാണ്. ഇങ്ങനെ അടി പിടി പിറ്റേ ദിവസം ഭയങ്കര മോട്ടിവേഷൻ. അത് ഞാൻ ഇപ്പോഴും സേവ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് ഗൈസ്. ഞാനത് എപ്പോഴെങ്കിലും കേൾപ്പിക്കാം. അത് മൊത്തം ബീപ്പ് അടിക്കേണ്ടി വരും. അങ്ങനത്തെ വൃത്തിയോടെ സംസാരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരി ഒരുങ്ങിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി സോറി എന്നാ ചിങ്ങവനമായിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ്. ട്രാഫിക് ഇല്ലേ? എന്നാ ട്രാഫിക് ഇല്ല ഗൈസ്. അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരൊറ്റ വിഷമം എന്റെ മോക്ക്. ഞാൻ എന്നെ അങ്ങ് കണ്ടോണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതാ ഇഷ്ടമല്ല. ഇതാണ് എന്റെ കുഞ്ഞ്. അച്ഛൻ കോഴിയാണ് ഗൈസ്. അച്ഛനെ ഫ്രണ്ട് ഇരുന്ന് കാണാറില്ല. അതിനോട് ചോദിച്ചിട്ടുണ്ടോ? കോഴിയാണ് എല്ലാരും പറയുന്നു. ഒരേ സ്വരത്തിൽ ഒരേ രാഗത്തിൽ. കോഴിയാണോ അല്ലേ? 100%. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങള് ഇതിനിടയ്ക്ക് പറയാൻ വിട്ടു ഒരു കാര്യമാണ്. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു ചേച്ചി ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത ക്യാമറയാണിത്.
ഇതെന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ വന്നു ഗൈസ്, നമ്മൾ ലുലുമാലിൽ എത്തി ഗൈസ്. മഴ ഇതുവരെ പെയ്തില്ലല്ലോ, നമ്മൾ വന്നു. ഒരു വീൽ ചെയർ ഇതാണ്. ഇവിടെ വണ്ടി ഇട്ടാലാണ് നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് അവിടെ പോയാലേ വീൽ ചെയർ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വീൽ ചെയറിൽ ഇറങ്ങണമെങ്കിൽ വണ്ടി കറങ്ങി അവിടം വരെ പോയിട്ട് അങ്ങനെ വരണം. സോ നമ്മൾ അവിടം വരെ പോകുന്നു. അമ്മ ഇന്ന് എടുത്തു പറഞ്ഞായിരുന്നു മഴയൊക്കെ ഇന്ന് വീടിന് വെള്ളോട്ട് അതുകൊണ്ട് ഒട്ടും തിരക്കുമില്ല. എല്ലാരും അങ്ങനെയാണ് വിചാരിച്ചത്. ലുലുമാളി വന്നിരിക്കുകയാണ്. ലുലുമാളി വന്നിട്ട് അച്ചാച്ചൻ അവിടെ വീൽ ചെയർ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുകയാണ്. വലിയൊരു ചടങ്ങായിരുന്നു ഇറങ്ങാന്ന് ഉള്ളത്. ഭയങ്കര വലിയൊരു പ്രശ്നമായിരുന്നു ഇറങ്ങുന്ന കാര്യം. ബിക്കോസ് എർട്ടിഗയ്ക്ക് ഭയങ്കര ഹൈറ്റ് ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് അതെ, എല്ലാരും അമ്മ പ്രത്യേകം പറയുന്നത് തിരക്കൊന്നുമില്ല. ഇവിടെ തിരക്കേ ഇല്ല. ഫസ്റ്റ് നമുക്ക് മൂത്രം ഒഴിക്കാം. പെടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ലുലുമാളി. മൂത്രം ഒഴിക്കണം. നോക്കികൾ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ലിഫ്റ്റ് ഇല്ല. ഇത് ആൾക്കാർക്കുള്ളതല്ല, സാധനത്തിന് എങ്ങാണ്ടുള്ളതാണ്. അത് മേളിൽ പോയേക്ക് താഴോട്ട് ഇപ്പൊ വരും. അത് ഒഴിക്കാനുള്ള തത്രപ്പാടിൽ ഞങ്ങൾ പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാരും ലുലുമാളിൽ എന്തിനാണ് കേസ് വരുന്നത്? സാധനം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് കേറാം. ഇവിടെ നോയ്സ് ഇല്ല. ലിഫ്റ്റ് നിന്നാലോ സംസാരിക്കാൻ ലിഫ്റ്റ് കയറാം. അത് കൊള്ളാം. ലിഫ്റ്റിനെത്തി തിരക്കില്ലാത്തതുകൊണ്ട് അരപ്പില്ല. ഗായ്സ് ഡ്രസ് എടുക്കാൻ പോവല്ല, ചുമ്മാ കാണാൻ പോവാണ്. ഇതെല്ലാം കാണത്തേ ഉള്ളൂ, കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാം കണ്ട് നമ്മൾ വെള്ളം ഇറക്കുക. ദാറ്റ്സ് ഓൾ. നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും കാണുവാണെന്നുണ്ടെങ്കിൽ 1 2 എന്തെങ്കിലുമൊക്കെ എടുക്കുക. അല്ലെങ്കിൽ അമ്മമാർക്ക് മസാലപ്പൊടി വേണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം മസാലപ്പൊടി, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ എടുക്കുക. അത്രയൊക്കെ ഉള്ളു പ്ലാന്. പിന്നെ ഗൈസ് എന്തെങ്കിലും വ്ലോഗൊക്കെ എടുക്കണ്ടേ? വീട്ടിൽ തന്നെ ഇരുന്ന ബോറല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ റെന്റിന് കാർ എടുത്ത് വന്നു അമ്മമാരല്ല, ഭീകരവാദികൾ. നീ ആളെ കണ്ടിട്ടുണ്ടോ? നല്ല ചേച്ചി, പാവം ചേച്ചിയെ ഗൈസ്. ലിപ്സ്റ്റിക്കിന്റെ കാര്യം വന്നോണ്ടിരിക്കുന്നു. ഇച്ചിരി എടുത്ത് അവിടെ ആർക്കാ വേണ്ടത് എന്റെ ചുണ്ടിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അത് നോക്കി
വെച്ചോണ്ടല്ല, ഒരു ഫോട്ടോയിൽ എടുക്കില്ല. മീശോയിലുണ്ടോ ഒരു ഫോട്ടോ മീശോയിലോ? മീശോയിലുണ്ടോ എടുത്തിട്ട് പാടി ഒരു ഫോട്ടോ ഒരു ഷർട്ട്. ഉണ്ണിക്കൊട്ടനുള്ള സാധനത്തിന്റെ സെക്ഷൻ എത്തി. രണ്ടെണ്ണം എടുക്കട്ടെ? രണ്ടെണ്ണം എടുക്കട്ടെ, അളവ് കാണിക്കുക. രണ്ടെണ്ണം കാത്തിന് വേണോ? ഡ്രസ് കാണിക്കുന്നു. ഇത് വാങ്ങിച്ചു. ആ അതെ, ഇത് ജ്യോതികജി വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ്. എന്ത് മനോഹരമാണെന്ന് നോക്കൂ. ഡിസൈൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. എന്നിട്ട് ഇതൊക്കെ എന്നെ മടിയിലിരുന്ന് പോകണമെന്നൊരു ആഗ്രഹം. നമുക്ക് പോയാലോ? ലുലു മാളിൽ ഇത്രയും ക്രൗഡിനിടയ്ക്ക് ഇവളെ ആൾക്കാര് ഷോ കാണിക്കാന്ന് പറയുന്നത്. ക്രിഞ്ച് സാധനങ്ങൾ കാണിക്കുന്നതിനോട് ഞങ്ങൾക്ക് ഭയങ്കര അത് ക്രിഞ്ചിന്റെ അല്ല. ഇവിടെ വില കുറഞ്ഞ ഒരു സാധനം കണ്ടു 299. പക്ഷെ അത് കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് കാണിക്കാം. 299 എന്റെ ഡ്രൈവർ ശരിയായി. ഡ്രൈവറിന് ഇഷ്ടമുള്ള സാധനം കാണുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. തള്ളന്മാരെല്ലാരും കൂടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. രാസിക്കാർ പണ്ട് മല്ല പറയാം. കുട്ടി ഫാൻസ്, കുട്ടി ഫാൻസ്. എത്ര? 2479 അല്ലേ? രണ്ടെണ്ണത്തിന് ഇത് കൊള്ളാല്ലേ? രസം. നീ നോക്ക്, കൊള്ളാം. വേറെ കാണിച്ചിട്ടില്ല. ഇതാണ് സോണി. എനിക്കറിയാവുന്ന എനിക്ക് അറിഞ്ഞതാണ് സോണിയുടെ ടി വി. കമ്മിച്ച് വില കുറവ് 1000 രൂപയ്ക്ക് 2 TV പ്ലസ് ഒരു 5% അത്. നമുക്ക് ഇതൊരു ദിവസം വാങ്ങിക്കണം. ഇത് വാങ്ങിച്ചിട്ട് ഇത് നമുക്കൊരു ദിവസം വീഡിയോ എടുക്കണം. ഇപ്പൊ ഒന്നും അറിഞ്ഞില്ല, ഓണാക്കി ബദലായിരിക്കും. പേഴ്സണൽ അസിസ്റ്റന്റ് അറിയണ്ടേ? നമ്മൾ വന്നതിന്റെ മെയിൻ പർപ്പസ് ആണ് ഫുഡ് അടിക്കാൻ മാത്രം നമ്മൾ അധികം പൈസ ചെലവാക്കത്തുള്ളൂ. ഇത് മേടിക്കാം, ചിക്കൻ ആക്കാം. ഇത് മേടിക്കാം, ചില്ലി ഗാർലിക് നൂഡിൽസ്. ഇത് ഷെസ്വാൻ ചിക്കൻ്റെ ആക്കാം. 350, 360 എല്ലാവർക്കും പറയാം. സോ എക്സ്പെൻസീവ്. വിത്ത് ഷെസ്വാൻ ചിക്കൻ. ഈ സാധനം ചില്ലി ഗാർലിക് നൂഡിൽസ് വിത്ത് ഷെസ്വാൻ ചിക്കൻ. രണ്ടെണ്ണം. ടിക്കല്ല, താഴെ ഉണ്ടല്ലോ മറ്റേ സാധനം വലിയതൊക്കെ. അതുണ്ട്, അത് പിന്നെ ചിക്കൻ ടിക്കയും പിന്നെ മലായി ചിക്കൻ. അല്ല താഴെ മറ്റേ
വലിയ ബർഗറാണ് KFC ഉണ്ട് താഴെ. McDonald's. MS. ആ. നമുക്കിനി സീറ്റിൽ പോയിരിക്കാം. നമുക്ക് സീറ്റിൽ പോയിരിക്കാം ഗൈസ്. ഇത് അമ്മയോട് ആരാ സംസാരിക്കുന്നത്? അമ്മയ്ക്ക് ഇവിടുന്ന് ഫ്രണ്ട്സിനെ കിട്ടിയോ ഗൈസ്? അപ്പോൾ അച്ചാച്ചൻ്റെ കാർഡ് നമ്മൾ ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചനെ നമ്മൾ മുടിപ്പിക്കുന്നതാണ് നമ്മുടെ ഫിനിഷ് ആക്കുന്നത്. നമ്മുടെ അച്ചാച്ചൻ്റെ ഫിനിഷ് ആക്കുന്നത് എന്തുവാ ഈ ഇതെപ്പോഴാ കിട്ടുന്നത്? 15 മിനിറ്റ്. നമ്മളിപ്പോൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡെല്ലാം ഓൺ ദ വേ ആണ്. ജ്യോതികാജ് വിശന്നിട്ട് പ്രാന്തിയെ പോലെ ആദ്യം വന്നപ്പോൾ മൂത്രം ഒഴിക്കാനായിരുന്നു, ഇപ്പോൾ വിശന്നിട്ടാണ്. ഞാനല്ലാണ്ടാവും. സീക്വൻസ് കഴിക്കും, നീ ആശ്വാസം നേടും. ഏതൊക്കെ പറഞ്ഞു വന്നിപ്പോ കള്ളന്മാർ രണ്ടുപേരും സന്ദേഹം ഒന്നില്ല. On the way. ചിക്കൻ ടിക്കയിലും ഇതിൽ നിന്ന് തുടങ്ങാം. അവൻ ആദ്യം എനിക്ക് തിന്നാനേ അറിയൂ. സെപ്പറേറ്റ് എക്സ്ട്രാ പറഞ്ഞോ. അവനാണോ വഴി? അവിടെ വയ്യ അമ്മയ്ക്ക്. ജ്യോതിമയുടെ ഈ മാസം ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വന്നായിരുന്നു. കൊളസ്ട്രോൾ 400 ചാവാറായി. എന്നിട്ട് മയോണൈസ് അടിച്ചു കയറ്റുക. അച്ഛനൊന്നും ആയില്ല. അച്ഛനൊന്നും ആയില്ല. എന്താ ഭംഗി അമീനാക്കോളൂ. അച്ചാച്ചൻ ആ 2 പെണ്ണുങ്ങൾ ഇടയ്ക്ക് പോയിരുന്നിട്ട് ഇവിടുന്ന് 3 പേർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പെണ്ണുങ്ങളാരും ഒന്നും കഴിക്കത്തില്ല. അച്ചാച്ചൻ മൊത്തം അടിക്കുക. ഞങ്ങളിവിടെ പാവങ്ങൾ. തന്തേ മോളും കണക്കാ ഗൈസ്. നമ്മളിങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട. നല്ല കയറ്റാ. വെരി എക്സ്പെൻസീവ്. പിന്നെ സമയമില്ല. മിണ്ടാതിരിക്കണം. അതൊന്നും കിട്ടുന്നില്ല. പച്ചയായ മനുഷ്യൻ ഞാൻ ബില്ല് കണ്ട് ഞെട്ടിയിരിക്കുന്ന കാത്തു. വീഡിയോ എടുത്ത് ചെയ്തു. പക്ഷെ വീഡിയോ എടുത്തോ, പക്ഷെ ഇടരുത് തന്നെ. ഞാൻ ഇടും. ഇടണ്ട. നിന്നെ ആൾക്കാർ അറിയണം. അതെ, ഞാൻ പച്ചയായ മനുഷ്യനാണ്. ഇവൻ പോർക്കിലാ തിന്നുന്നത്. ഇതെല്ലാം കഴിച്ചിട്ട് വരാം ഗൈസ്. വയറ് നിറഞ്ഞോ? ഇല്ല, ഈ വയറ് നിറയത്തില്ല. ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോയി തിന്നണമെന്നാ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കീടാണും അണുക്കളും എല്ലാം കൂടെ പോട്ടും. നിങ്ങളുടെ വീട്ടിൽ അനുവിനെ വിനുവിനെ പോലെ ഉള്ള കീടാണുക്കളുണ്ടോ? എടുക്കൂ ഹാർട്ടിക്. അങ്ങനെ ഞങ്ങൾ വനിതക്കകത്ത് ഗൈസ്, ഞങ്ങൾ ഗണ്ടക്കകത്ത് ഗൈസ്. ഇത് കുറെ വായിക്കാനുണ്ട് ഗൈസ്. വായിക്കാൻ ഇത് കണ്ടോ, ഞങ്ങളാണ് ഗൈസ്. ഞങ്ങൾ ഇനിയുണ്ട് ഗൈസ്. പിന്നെയുണ്ട് ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഉണ്ട് ഗൈസ്.
അതിൽ ഞാനില്ല. പക്ഷെ ഈ മണ്ടി ഈ മുണ്ടൊന്നും ഇല്ല, എവിടേക്കോ തണ്ടാൻ പോയേക്കുമായിരുന്നു. നമ്മൾക്ക് വലുത് മേടിക്കാനുള്ള പൈസ നമ്മൾ മേടിച്ചില്ലായിരുന്നു. Fire went out, lights went down. When you feel lost in your shadow, don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I start. ആ സുന്ദരിയുള്ള കൂട്ടുകാരുടെ കൊച്ചെന്തേ സുന്ദരിയോ? അതല്ല അതല്ല അതല്ല. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. Equip my soul, find the real gold. I'll fulfill what I started. കുറച്ച് ഐസ്ക്രീം തരാം. ഷോപ്പിങ്ങും നമ്മുടെ കറക്കവും ഒക്കെ കഴിഞ്ഞു. വീഡിയോ എടുത്ത് അവിടെ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ഓഡിയോ ഒന്നും അധികം ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. ഭയങ്കര തിരക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അതിനിടയ്ക്ക് ഞങ്ങളെ മിസ് ചെയ്തു. ഞങ്ങളെ ഇവരെ ഇട്ടിട്ട് എവിടെ കണ്ടൊക്കെ പോയി. അങ്ങനെയാണ് ഇട്ടിട്ട് ഇവര് പോയത്. ഞങ്ങളവിടെ അല്ലെന്നിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും മേടിക്കാനും പറ്റില്ല. അതെ, അതാരാ ഇരിക്കുന്നേ ബാക്കിലോ? ബൈക്കിൽ അമ്മമാരെയൊക്കെ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട് വന്നു. അപ്പൊ ഇന്ന് അത്രയൊക്കെയുള്ള വീഡിയോ. അപ്പൊ എല്ലാവർക്കും ടാറ്റോട് ഓക്കെ ടാറ്റ.